ഇസ്രായേൽ ഇന്ത്യയുടെ ചില കാര്യങ്ങളിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നു, അതാണ് ശരിയെന്ന്, അങ്ങനെ പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൽ തിരിച്ചടി കിട്ടുന്നത് ലീഗിനാണ്. ഇസ്രായേൽ ഒരു തീരുമാനം, ഒരു നിർണായക തീരുമാനം എടുക്കുമ്പോൾ അത് ലീഗിന് എങ്ങനെയാണ് അടി കിട്ടുന്നത്? അല്ല, ലീഗിന് തീരുമാനമെടുക്കുന്ന അടി കിട്ടുമോ അടി കിട്ടിയത്തില്ലയോ എന്നുള്ളതല്ല. ഇതിനകത്ത് ഇസ്രായേൽ പറയുന്നത് ഹമാസിനെ നിരോധിക്കും. ഹമാസിനെ നമ്മൾ നിരോധിച്ചിട്ടില്ലല്ലോ. ഹമാസിനെ ആനപ്പുറത്ത് കയറ്റുന്ന ആൾക്കാർ കേരളത്തിൽ വളരെ കൂടുതലായിട്ട്. ഐക്യദാർഢ്യം, പിന്നെ റാലി, പിന്നെ തലയിൽ മറ്റേ തുണിയും കെട്ടിക്കൊണ്ട് പാലസ്തീനു വേണ്ടി കരയുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ഇത് നമ്മൾ നോക്കുമ്പോൾ ഹമാസിനെ വെള്ളപൂശുന്ന ആൾക്കാരാണ്. പാലസ്തീന് വേണ്ടി കരയുമ്പോൾ, പാലസ്തീൻ ഐക്യദാർഢ്യത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുമ്പോൾ അത്തരത്തിൽ കാര്യങ്ങളെല്ലാം എത്തിച്ചേരുന്നത് ഹമാസിൻ്റെ കയ്യിലാണ്. പാലസ്തീൻ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസ് അല്ലെങ്കിൽ അവിടുത്തെ പുനർനിർമ്മാണം ഉണ്ടല്ലോ, ഈ ഗാസയിലെ പുനർനിർമ്മാണമൊക്കെ മിക്കവാറും പണ്ട് നടന്നുകൊണ്ടിരുന്നത് എന്തുവാണെന്നറിയോ? 2 മാസം കൂടുമ്പോൾ അവരുടെ അതിനകത്തോട്ട് കൊണ്ടുവന്ന് 4 റോക്കറ്റ് അങ്ങോട്ട് ഇടും. ഒരു പ്രയോഗം നടത്തി കഴിയുമ്പോൾ അവിടെ എവിടെയെല്ലാം പൊട്ടും. എന്നിട്ട് ഈ കെട്ടിടത്തിന് മുമ്പിൽ കൊണ്ടുവച്ച് ഏതെങ്കിലും ഒരു കൊച്ചിനെയും തള്ളയും കൂടെ കരയിച്ചുകൊണ്ടൊരു ഫോട്ടോ എടുത്തിട്ട് ലോകത്തൊന്ന് മൊത്തം പിരിച്ചിട്ട് ഈ പറയുന്ന പൈസ കൊണ്ട് അവന്മാർ ലാവിഷായിട്ട് ഇതുപോലെ GCC രാജ്യങ്ങൾ, അതിനകത്ത് പ്രധാനപ്പെട്ട ഖത്തറിലായവരുടെ എല്ലാം കുടുംബം 7 സീരീസ് BMW അതുപോലുള്ള വണ്ടികളും അതേ 5 സ്റ്റാർ സംവിധാനത്തിൽ അവരവിടെ ജീവിക്കുകയാണ്. ഇവിടെ ഒരു വെക്കടാപിടി ഇതാണല്ലോ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് നമ്മുടെ ഇപ്പം ഏറ്റവും അടുത്ത് നടന്നിരിക്കുന്ന ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ചില അക്രമങ്ങൾക്ക് ഹമാസിൻ്റെ ചില സ്വഭാവങ്ങൾ ഉള്ളതായിട്ട് ഇസ്രായേൽ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ തെളിവ് കൊടുത്തു കഴിഞ്ഞു, ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അതെന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഹമാസിന് എന്താണ് പ്രത്യേക സ്വഭാവം, അല്ലെങ്കിൽ അവരുടെ അക്രമത്തിന് വേലും പ്രത്യേക രീതിയുണ്ട്. ഓരോന്നും ചെയ്യുന്നതിന് കള്ളന്മാരെ പിടിക്കുന്ന കണ്ടിട്ടില്ലേ പോലീസ്? അറിയാമോ? ചില മോഷണത്തിൻ്റെ ലക്ഷണം കണ്ടാണ് ഇന്ന ആളാണ്, കുപ്രസിദ്ധ കള്ളന്മാരെ വിളിക്കാണ്. എങ്ങനെ അവിടെ മോഷണം നടന്നത്? ജനൽ കമ്പി വളച്ചാണ് മോഷണം നടന്നിരിക്കുന്നത്. അപ്പോൾ മറ്റേ മിശക്കാരൻ കുട്ടപ്പന അല്ലെങ്കിൽ മറ്റേ കള്ളം അല്ല, വളരെ കൃത്യമാണ് മോഷണത്തിന്. ഇതുപോലെ ഓരോ ഭീകര സംഘടനയിലെയും തീവ്രവാദ സംഘടനകളുടെയും ശൈലിക്ക് അല്ലെങ്കിൽ അവരുടെ ഈ ആക്രമണത്തിന്, അവരുടെ കൊലപാതകത്തിനൊക്കെ ലക്ഷണമുണ്ട്. ആ ലക്ഷണം വെച്ചാണ്. അപ്പം ഈ സിന്ദൂറിന് മുമ്പ് അവിടെ 50ഓളം ഇസ്രായേൽക്കാർ കാശ്മീരിൽ വന്നിറക്കി അതിൻ്റെ തെളിവ് ശേഖരണം നടത്തി പോയ ഒരവസ്ഥയും, അല്ലെങ്കിൽ അവരവിടെ ഹോൾഡായൊക്കെയുള്ള അവസ്ഥയും നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണല്ലോ. അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാശ്മീരിൽ ഇസ്രായേലിൽ നിന്നുള്ള കമാൻഡോസ് അല്ലെങ്കിൽ സൈനികർ അവിടെ ബന്ധപ്പെട്ടു. അതിനുശേഷമാണ് സിന്ദൂർ ഓപ്പറേഷനൊക്കെ നടന്നത്. അതിനു മുമ്പ് കണ്ടില്ലേ, പാകിസ്ഥാനിൽ ഈ പറയുന്ന ഹമാസ് നേതാക്കന്മാരെ കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുകയും അവർക്ക് വലിയ സ്വീകരണം കൊടുക്കുകയും അവിടെ വെച്ച് കാശ്മീർ ഞങ്ങളുടെ അജണ്ടയിലുണ്ട്, കാശ്മീർ മോചനത്തിന് വേണ്ടി ഞങ്ങൾ പോരാടും എന്നുള്ള രീതിയിൽ ഇത് കൂട്ടി വാചിക്കുമ്പോൾ അതിനുശേഷം ഇപ്പം നടന്ന ആക്രമണം, ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകൾ, പ്രധാനമായിട്ടും നമ്മൾ കേരളത്തെ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഹമാസ് നേതാക്കന്മാർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാലസ്തീൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരെ ആനപ്പുറത്ത് കയറ്റുന്നതിന് ഉണ്ടാകുന്ന ചില ആവേശവും അതിൻ്റെ പുറകിൽ നിൽക്കുന്നതും, അതുപോലെ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന മറവിൽ ഈ പറയുന്ന ഭീകരന്മാരെ വെള്ളപൂശുന്നതിനും ഏറ്റവും കൂടുതൽ പ്രമോഷൻ കൊടുക്കുന്നതിനും സാധ്യമാകുന്ന സംസ്ഥാനം. ഇതേ രീതിയിൽ ഈ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ മറ്റ് പല ഭീകര സംഘടനകളെയും കണക്ട് ചെയ്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്ന കൃത്യമായ വിവരം ഇസ്രായേൽ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. അതുകൊണ്ട് നിരോധനത്തിലേക്ക് പോകണമെന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ സിന്ദൂർ ഓപ്പറേഷനും അതിന് ശേഷം നടന്ന ഡൽഹി ഓപ്പറേഷനകത്ത് പോലും ഈ പറയുന്നവരുടെ ഇടപെടിയിൽ അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പർ സെല്ലിൻ്റെ വർക്ക്, അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് കാരണസഹിതം ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് വ്യക്തവരുത്തി പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഡയറക്റ്റ് അറ്റാക്ക് ഇവരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഹമാസിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഹമാസിനെ നിരോധിക്കാത്തത്. മറ്റ് ഈ പറയുന്ന പ്രധാനപ്പെട്ട അമേരിക്ക ഉൾപ്പെടെ, ലണ്ടൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ കാനഡ ഉൾപ്പെടെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇവരെ നിരോധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഇപ്പോൾ പറഞ്ഞപ്പോൾ എങ്ങനെ ലീഗ് എന്ന് ചോദിക്കുമ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം കോഴിക്കോട് ഏറ്റവും വലിയ കടൽപ്പുറത്ത് സംഘടിപ്പിച്ചപ്പോൾ കോടാനുകോടി ആൾക്കാർ പങ്കെടുത്തപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള മാധ്യമങ്ങളും ലീഗുകാരും ഉയർത്തിക്കാണിച്ചു. അത് ഉദ്ഘാടനം ചെയ്ത് ആരാന്നറിയോ? അവിടുന്ന് ഈ പറയുന്നത് പോലെ ഇസ്രായേലിൽ നിന്നുള്ള അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാവ് വീഡിയോ കോൺഫറൻസിൽ കൂടെ വന്ന് ഉദ്ഘാടനം ചെയ്തത്. ലോകത്തെ ടെറർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഭീകരവാദി ലോകം കത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലുമായിട്ട്
യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭീകരവാദി തീവ്രവാദിയുടെ നേതാവ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഇത്തരം ജനങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അവരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഇയാളെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇയാൾ അഭിസംബോധന ചെയ്യുന്നു. ഇയാൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത്രയും കൂടിയ ജനങ്ങൾ, ലക്ഷക്കണക്കിന് കൂടിയ ജനങ്ങൾ, അല്ലെങ്കിൽ അവരെ കൂട്ടുന്നതിന് വേണ്ടി നിന്ന പാർട്ടി ഇത്തരത്തിൽ ഭീകരവാദ സംഘടന അല്ലെങ്കിൽ ഭീകരവാദിയെ തലതൊട്ടപ്പനായിട്ടും അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നതിനായിട്ടും ഏതാണ്ട് വലിയ വലിപ്പത്തിലുള്ള ആളാണ്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതാണല്ലോ ഇവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഹമാസിനെ നിരോധിക്കുമ്പോൾ, അല്ലെ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ കസ്റ്റോഡിയൻ ആരാന്ന് എളുപ്പത്തിൽ എനിക്ക് ചോദിച്ചാൽ ഇതൊക്കെ നടത്തുമെന്ന് പറയുമ്പോൾ നിരോധിച്ചിട്ടില്ലെന്നല്ലേ ഉള്ളൂ. നിരോധനമായിരുന്നെങ്കിൽ നടക്കത്തില്ല, നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് പരസ്യമായിട്ട് നിരോധിച്ചാൽ ഇവർ രഹസ്യമായിട്ട് ചെയ്യും. ഇതിൻ്റെ എല്ലാം സ്ലീപ്പർ സെല്ലുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞാൽ ലീഗ് പെട്ടു, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരെല്ലാം അത് നമ്മൾ കണ്ടിട്ടില്ല ആനപ്പുറത്ത് കയറ്റിയവനെ കൊണ്ട്. ഇവിടെ ലോകത്തിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവന്, ലോകത്ത് മൊത്തം ഈ പറയുന്ന പോലെ പൊട്ടിത്തെറിപ്പ് നടക്കുന്നവന്, മനുഷ്യത്വരഹിതമായ കാര്യം ചെയ്യുന്നവന്, ഇവനെയൊക്കെ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടും അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറ്റുന്നതിനും അവനെ സിന്താപ വിളിക്കുന്നതിനും യാതൊരു കുഴപ്പമില്ലാതെ നിൽക്കുന്നിടത്ത് ഒരവസ്ഥ. അതിന് പ്രമോഷൻ കൊടുക്കുന്ന ഇതുപോലെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ മതേതര ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനകത്ത് ഇടപെടുന്ന ഒരു പാർട്ടി, അങ്ങനത്തെ വരുമ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ ലീഗിനൊക്കെ ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ലീഗും പെട്ടു എന്ന് പറയേണ്ടി വരുന്നത്. അതായത് ഇപ്പം ഈ അന്വേഷണത്തിനകത്ത് സ്ലീപ്പർ സെല്ലുകളുടെ കാര്യം, ഒരു രാജ്യത്തിനകത്ത് സ്ലീപ്പർ സെല്ലുകൾ എത്രത്തോളം വർക്കൗട്ട് ആവുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാകിസ്ഥാനകത്ത് നിൽക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ പ്രവർത്തനം ഒരുപക്ഷെ പാകിസ്ഥാനകത്ത് അവർ വിചാരിക്കുന്നത് നടത്തുന്നതിനപ്പുറം കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ നടത്താൻ പറ്റുന്നുണ്ട്. കാരണം അതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ അത്രത്തോളം ഉണ്ട്. ഈ സിന്ദൂർ ഓപ്പറേഷന് ശേഷം ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകൾ എത്രത്തോളം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് തെളിവാണ് ഏറ്റവും അവസാനത്തെ ഈ അതുപോലെ സിന്ദൂർ ഓപ്പറേഷന് മുമ്പ്, പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് ഈ പാകിസ്ഥാൻ ഹമാസ് വന്ന് പരിശീലനം നൽകിയിരുന്നു. ഞാനതാണല്ലോ ആദ്യമേ പറഞ്ഞത്. പാകിസ്ഥാനിൽ ഹമാസ് വന്ന് പരിശീലനം നൽകിയിരുന്നു. അല്ലെങ്കിൽ കാശ്മീർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഹമാസിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ കാശ്മീർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് പോരാടുന്നതിന് വേണ്ടി ഞങ്ങളുടെ എല്ലാ പിന്തുണയെന്ന് പറഞ്ഞില്ലയോ? അതെ. അവന്മാരാരെന്ന് ചോദിച്ചാൽ അപ്പോൾ പാകിസ്ഥാനകത്ത് ഇൻവോൾവ്മെന്റ് ആ സാധനം തന്നെ ഇന്ത്യയിൽ അവിടെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന സിന്ദൂർ, അന്നത്തെ ഈ മതം നോക്കി ആൾക്കാരെ കൊന്നതാണല്ലോ സിന്ദൂർ, അല്ലെ പഹൽഗാം ആക്രമണം. ആ ആക്രമണത്തിനകത്ത് ഇവരുടെ ഹമാസിന്റെ ഇടപെടിയിലുണ്ടെന്നാണ്. ഹമാസിന്റെ സ്ലീപ്പർ അല്ലെങ്കിൽ അവരുടെ വർക്ക് നടത്തുന്നത്. അതാണ് അതിനുശേഷം അതിനുശേഷം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഹിതപരിശോധന, അല്ലെങ്കിൽ ഹിതപരിശോധനയല്ല, അത് എത്രത്തോളം ഉണ്ടെന്നുള്ള അവരുടെ സാന്നിധ്യം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേലിന് അവിടെ 50ഓളം ഉദ്യോഗസ്ഥർ ഇവിടെ വന്നത്. അത് പരിശോധിച്ചപ്പോൾ അത് ഉറപ്പാണ്. അപ്പോൾ അവിടെ സ്ലീപ്പർ സെല്ലുകൾ ഏറ്റവും വലിയ വലുപ്പത്തിൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നിരോധിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പം നടന്ന ഡൽഹി ഓപ്പറേഷനകത്തും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. അത് നമ്മളീ പറയുന്നത് പോലെ മനുഷ്യാവകാശ സംഘടനയുടെ രൂപത്തിലാണ്, ഈ പല NGOയുടെ രൂപത്തിലാണ്, മറ്റു പല രൂപത്തിലുമൊക്കെ ഇവരിവിടെ വളരെ കൃത്യമായിട്ട് ഉണ്ട്. അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിരോധിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഇത് വളരുന്നതിന് വേണ്ടിയും വലിപ്പം വയ്ക്കുന്നതിന് വേണ്ടിയും ഇവരുടെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയും ഉള്ള സമയം ഞാനീ പറഞ്ഞ മനുഷ്യാവകാശം NGO സംഘടനകൾ അല്ലെങ്കിൽ ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന രീതിയിലൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ മറ്റ് പല ഭീകര സംഘടനയുമായിട്ടും കണക്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ വളർച്ച ഇത് നിരോധിക്കാത്തത് കൊണ്ട്, നിരോധിച്ചുള്ള കുഴപ്പമൊന്നും ഷൂട്ട് അറ്റ് സൈറ്റാണ്. നിരോധിക്കാത്തതുകൊണ്ട് യഥേഷ്ടം പറ്റും, ആനപ്പുറത്ത് കയറ്റാൻ പറ്റും, സിന്താബ വിളിക്കാൻ പറ്റും, റിബൺ കെട്ടി റോഡ് നിർത്തിയിട്ട് ഇതിനു വേണ്ടി ഫണ്ട് പിരിക്കാൻ പറ്റും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഫണ്ട് നിരോധിക്കാത്ത സംഘടനയ്ക്ക് ഫണ്ട് കൊടുക്കുന്നതിനകത്ത് കുഴപ്പം. അപ്പോൾ ഫണ്ട് റേസിങ്ങിന് വേണ്ടി ഈ ഇന്ന് കോടാനുകോടി രൂപയെ പോകുന്നേ, ഹമാസിന് വേണ്ടി ഫണ്ട് കോടാനുകോടി രൂപ. ഇതാ ഇവിടെ ലോകത്ത് പാമ്പിടിക്കാൻ ഭക്ഷണം കൊടുക്കാനൊന്നും അല്ലല്ലോ, ഭീകരവാദ പ്രവർത്തനം നടത്താൻ വേണ്ടിയല്ലേ. അതുകൊണ്ടാണ് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ കസ്റ്റോഡിയൻ ആരാന്നുള്ള കാര്യമൊക്കെ പറയേണ്ടല്ലോ. ഒരു രീതിയിൽ കൂടെ പരസ്യമായിട്ട് മുസ്ലിം ലീഗ് കെട്ടിപ്പിടിക്കുന്നുണ്ട്, രഹസ്യമായിട്ട് വേറെ ചിലരൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. തലയെക്കെട്ടുമൊക്കെ കെട്ടി പല സമ്മേളനത്തിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ആരും മോശമല്ല, എല്ലാവരും ഇതിൻ്റെ പുറകിലാണ്. വേറെ എന്ന് വെച്ചാൽ ഓട്ടാണ് മുഖ്യം, നാടല്ല പ്രശ്നം.